പറഞ്ഞു സ്വർഗത്തിലുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്, സ്വർഗത്തിലുള്ളവരൊക്കെ ചെറുപ്പക്കാരികളാണ്. വൈകുട്ടി വൈദ്യര് ബദൽ പറഞ്ഞില്ലേ, ഉണ്ടാനും മിഷ്കത്ത് ബാരിക്ക് പന്നിയുടെ പരിശാനതും വടിവാം ഉഗമാം വിളമ്പിടലായി അവർ അന്തിരമേലുള്ള ചന്ദിരനെ കതി രോണിലും തെളിവാ. ചന്ദ്രന്റെ പ്രകാശത്തേക്കാൾ വർണ്ണനീയമായ മുഖമുള്ള പെണ്ണുങ്ങളാണ് സ്വർഗത്തിലെ ഹൂറുകൾ. തഴവ ഉസ്താദ് അതാണ് പാടിയത്. അവക്കുള്ളമും പല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരിയിലെ പോലും അമ്പരന്നിട്ടുണ്ട്. അത്ര സൗന്ദര്യധാമങ്ങളാണ് അവിടെ ഹൂറികൾ. അതിനെ വെല്ലുന്നവരാണ് ദുനിയാവിലെ സ്ത്രീകളും. അവിടെ പോയ ചെറുപ്പക്കാരികളാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നിലവിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ നിങ്ങൾ വേദനിക്കണ്ട, വിഷമിക്കണ്ട. 110 അല്ല 1000 1500 വയസ്സുള്ളോ സ്വർഗത്തിൽ കടന്നാലും ആളുടെ കോലങ്ങട് മാറി നല്ല ഒരു ചെറുപ്പം. സ്വർഗത്തില് ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്വർഗത്തില് വയസ്സാവലില്ല, സ്വർഗത്തില് മരിക്കലില്ല, സ്വർഗത്തില് കക്കൂസുമില്ല കേട്ടോ. ഞാൻ അത് അന്വേഷിച്ചു അവിടെ പോയി മൂത്രപ്പരയൊന്നും അവിടെ കാണില്ല. കാരണം എന്ത് തിന്നാലും ബാക്കിലും പോകില്ല, ഫ്രണ്ടിലും പോകില്ല. അങ്ങനെ അല്ലാഹ്ക്ക് പറ്റുമല്ലോ. അതാണ് സ്വർഗം. അവിടെ കോടതിയില്ല, പോലീസ് സ്റ്റേഷനില്ല, അവിടെ തന്നില്ല, തകരാറില്ല, കുസുമ്പില്ല, അസൂയല്ല, കിബറില്ല, ഒന്നുമില്ല. അതാണ് സ്വർഗം കേട്ടോ. അതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മളൊക്കെ സാധാരണ വയതിലൊക്കെ നരക പറയാറുള്ളത്, പേടിപ്പിക്കല. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുക, പഠിച്ചോൻ എന്തിനപ്പത് നരകത്തിനെ പറ്റി അല്ല കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, സ്വർഗത്തിനെ കൂടുതൽ പറഞ്ഞു. അല്ലാഹു റഊഫുർ റഹീമാണല്ലോ. അല്ലാഹ് ശിക്ഷിക്കും. തക്കതായ കാരണം ഉണ്ടെങ്കിൽ അതന്നെ മീസാൻ എന്ന തുലാസിലിട്ടിട്ട് നോക്കിയിട്ട് മണിത്തൂക്കം നന്മ ചെയ്തവൻ അല്ലാഹു തൊടില്ല. ഒക്കെ തൂക്കി കണക്കാക്കിയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. അത്ര നീതിന്യായ വ്യവസ്ഥയുടെ നീതിമാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. യാ അദ്ലു യാ അല്ലാഹ്. ഏറ്റവും വലിയ നീതിമാൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയാവണം നമ്മുടെ പ്രസംഗവും പ്രഭാഷണങ്ങളൊക്കെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിക്കുന്നവരോട് പറയാം, ഇന്നല്ലാഹ റഊഫുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന തമ്പുരാൻ, വഴിപ്പെട്ടവർക്ക് നാളെ ആഖിറത്തിൽ നന്മ ചെയ്യുന്ന തമ്പുരാൻ. അതാണ് നമ്മുടെ തുടക്കം തന്നെ ബിസ്മിയുടെ കേട്ടോ. അപ്പൊ അല്ലാഹു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, കാരുണ്യാണ്. അല്ലാതെ അല്ലാഹു ഇങ്ങനെ കോപണിച്ച് ഇങ്ങനെ വാടാ കാണിച്ചാലാണ് ഞാൻ ഇഞ്ചി കുത്താൻ വേണ്ടി കാത്തിരിക്കാണ്, അങ്ങോട്ട് വാടാ കബറിന്റെ ഉള്ളിലേക്ക് എത്തു വന്നിട്ട് വരകാൻ, അങ്ങനെ ഒരു അർത്ഥം കേട്ടോ. അല്ലാഹുക്ക് നമുക്ക് വലിയ സ്നേഹം. നമ്മളെ എത്ര വലിയ പാപങ്ങളുടെ കൂമ്പാരം ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരൊറ്റ നിയ്യത്തോടെ പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരും. ഉത്തുലുബ് മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅദിമി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ. കോടാനക്കോടി പാപം ചെയ്തവനായാലും ചെയ്ത പാപത്തെ പറ്റി ഖേദിക്കുകയും ഇനിമേലാൽ ആ പാപം ചെയ്യുകയില്ലെന്ന് റബ്ബിനോട് ദൃഢപ്രതിജ്ഞ ചെയ്താൽ അല്ലാഹു ആ പാപം അവന് പുറത്തു കൊടുക്കും. 100 ആളെ കൊന്നവന് പുറത്തു കൊടുത്ത ചരിത്രമുണ്ട്, വ്യഭിചാരിക്ക് പുറത്തു കൊടുത്ത ചരിത്രമുണ്ട്, കള്ളുകുടിയന് പുറത്തു കൊടുത്ത ചരിത്രമുണ്ട്. ലോകത്ത് വലിയ വലിയ തമ്മാടിത്തരം ചെയ്തവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുത്ത സംവിധാനമില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ഗഫൂറുർ റഹീമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ത്? നമ്മളൊക്കെ പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഒരു ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ്, അവളുടെ തൊഴിലെന്താണ്? കൊലത്തൊഴിലെന്താണ്? അവള് വേശ്യയാണ്, വേശ്യാവൃത്തിയാണ്, അവള് തേവിടിശിയാണ്, വ്യഭിചാരിയാണ്. ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ് നടന്നു വരികയാണ്. പെട്ടെന്നൊരു കിണറിന്റെ സമീപമെത്തിയപ്പോൾ ഒരു നായ 4 കാലും വാലൂ. ഒരു നായ കിണറിന്റെ 4 ഭാഗത്തിലൂടെ നാക്കും തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വെള്ളം കിട്ടാതെ പരവശനായ നായ നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വേശ്യാവൃത്തി, വേശ്യാലയം നടത്തുന്ന പെണ്ണ്, വ്യഭിചരിക്കാൻ കൊടുത്ത് പച്ചമാംസം വെച്ച് കാശുണ്ടാക്കുന്ന പെണ്ണ്, അവളുടെ കാലിൽ കിടക്കുന്ന സോക്സ് ഊരിയെടുത്തിട്ട് ആ കിണറിലേക്കങ്ങ് മുക്കിയിട്ട് ഒരു തുള്ളി വെള്ളം ആ സോക്സിലൂടെ കോരിയെടുത്തിട്ട് ഈ നാക്ക് തൂക്കി നടക്കുന്ന തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം.
അതിലൊരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണുകൊണ്ട് കഴുകണം. ഷാഫി മദ്ഹബില് അത്ര വലിയ നജസായ നായ, ആ നായക്ക് വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വേശ്യാലയം നടത്തിയ പെണ്ണ്, വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണ്, പച്ചമാംസം വിറ്റ് കാശുണ്ടാകുന്ന പെണ്ണിനോട് അല്ലാഹു പറഞ്ഞു, നീ സ്വർഗത്തിൽ പോയിക്കോ. ആ പെണ്ണ് സ്വർഗത്തിലായി എന്ന് ഹബീബായ തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വേറൊരു പെണ്ണിന്റെ ഉദാഹരണം ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ്, വിത്ർ നിസ്കരിക്കുന്ന പെണ്ണ്, റവാത്തിബ് സുന്നത്തുകളൊക്കെ കൊണ്ടുവരുന്ന പെണ്ണ്, സുന്നത്തായ നോമ്പുകളൊക്കെ നോക്കുന്ന ഒരു പെണ്ണ് ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണിയായ പൂച്ചനെ പിടിച്ചു. അതിനെ കെട്ടിയിട്ട് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അതിനെ വീട് പുറത്തേക്ക് വിട്ടില്ല. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടി അവരുടെ നിസ്കാരം ഇബാദത്തും തള്ളപ്പെട്ടു, നരകത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലെയുള്ള പ്രതീക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. എന്ന് വെച്ചിട്ട് എല്ലാ കുറ്റങ്ങളും ചെയ്യാനുള്ള പെർമിഷൻ തരികയല്ല. അപ്പൊ അങ്ങനെയല്ലേ, അപ്പം മഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കുറെ കുറ്റങ്ങളൊക്കെ ചെയ്യാം, അപ്പൊ എന്ത് ചെയ്താലും കൊടുക്കുന്നില്ലേ പറഞ്ഞ്. അത് അള്ളാഹു പൊട്ടനല്ല കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടും മുഴുവൻ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു നമ്മുടെ മുഖത്ത് നോക്കണില്ല, കണ്ണുമിൽ നോക്കണില്ല, താടിമിൽ നോക്കണില്ല, മീശമിൽ നോക്കണില്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അവന്റെ ഹൃദയം എങ്ങനെയാണ്, ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് റബ്ബിൽ വലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിനുള്ള പ്രതീക്ഷ ഒരിക്കലും വിടാൻ പാടില്ല. ഔലിയാക്കളുടെ ജീവിതങ്ങളുടെ വിജയങ്ങൾ അതാ. ഞാൻ ചുരുക്കി പറയാണ്, സ്വർഗ്ഗം അല്ലാഹു നമുക്ക് വെച്ചിരിക്കുക നിഅമത്താണ്. അതിടയ്ക്ക് പറയണം നമ്മൾ. സ്വർഗത്തിന്റെ പിറന്നാളൊരു പ്രഭാഷണത്തിൽ ഒരു ഉസ്താദ് സ്വർഗത്തിലെ ഹൂറുലിങ്ങളുണ്ട്, സ്വർഗത്തിൽ കള്ളുണ്ട് എന്നും പറഞ്ഞു. കള്ളിന്ന് സ്വർഗത്തിലെ പാനീയത്തെ പറ്റി പറയാൻ പറ്റുമോന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായില്ല. ഉലമാ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. കള്ള് എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് ഈ നാട്ടിൽ പനയുടെ മോളൊന്നും തെങ്ങിന്റെ മോളൊന്നും ചെത്തിയെടുക്കുന്ന ആ മസ്താക്കുന്ന സാധനത്തിനാണ് കള്ള് എന്ന് പറയുന്നത്. പക്ഷേ സ്വർഗത്തിൽ ഒരുപാട് പാനീയങ്ങളുണ്ട്. അത് ഏത് കുടിച്ചാലും, ഒരു പെക്കല്ല ഒരു കന്നാസന്നെ കുടിച്ചാലും നിങ്ങൾ കിക്കാവില്ല. ഒരു വലിയൊരു കന്നാസന്നെ ഇരുന്നാണ് മോന്തി നോക്കുക. അരപ്പെക്കും ഒരു പെക്കൊക്കെ അടിച്ചാൽ നാലുകാലും പോണ പരിപാടി. സ്വർഗത്തിൽ ഒരു വലിയ ബീപ്പ ജാറെടുത്ത് കുടിച്ചാലും നോ. അപ്പൊ അതിന് കല്ലെന്ന് പറയോ? നോ, അത് കല്ലല്ല. യഥാർത്ഥത്തിൽ കല്ലിനേക്കാൾ അപ്പുറത്തുള്ള സാധനം. വലിയ നിർവൃതിയൊക്കെ കിട്ടും, പക്ഷേ ബോധം പോവില്ല കേട്ടോ. നല്ല സന്തോഷമൊക്കെ കിട്ടും. കുടിച്ചാ 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 പിന്നെയും കുടിക്കോ വേറോണ് ചോദിച്ചു കുടിച്ചു. പക്ഷെ അത് കല്ലല്ല. ഇവരെ മനസ്സിലാക്കി കല്ല് പറയുമ്പോ ആ പനയുടെ മുകളിൽ നിന്ന് ഇറക്കിക്കൊടുന്ന ആ പനകൾ തന്നെ സ്വർഗത്തിന് മുക്കി കൊടുക്കണമെന്നാ. അല്ലട്ടോ മോനെ, ആ കല്ലല്ല ഈ കല്ല്. അത് വേറെ, ഇത് വേ, അത് റേ കേട്ടോ. അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇതെടുത്തിട്ടൊരു ഉസ്താദിനെ ഇങ്ങനെ ട്രോളാണ്. എന്താ മൊയ്യേരെ, സ്വർഗത്തിൽ പോണത് കള്ളുടിക്കാൻ, സ്വർഗത്തിൽ പോണ ഹൂറുള്ളിങ്ങളെ വ്യഭിചരിക്കാൻ, സ്വർഗത്തിൽ പോയിട്ടും കഞ്ചാവടിക്കാൻ. അപ്പൊ സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ടില്ലേ? ഇവര് വെറുതെ ഇതൊന്നും ഇവിടെ തിന്നാതെ കുടിക്കാതെ നടക്കണത്. സ്വർഗത്തിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിൽ ഇതുകൊണ്ട്, ഇതിനപ്പുറത്തുണ്ട്. സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഉണ്ട്. എന്നാ സ്വർഗത്തിൽ കടന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഹൂർലിങ്ങളാണോ? സ്വർഗത്തിലെ പാനിയാണോ? പുഴയാണോ? നദിയാണോ? കൊട്ടാരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞിട്ട് സ്വർഗം കണ്ട് നരകം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ഭൂമിയിൽ വന്നിട്ട് ഒരാ സഹാബത്തിനോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് കുറച്ച് അസൂയ തോന്നി. അവിടെ വെച്ച് സ്വർഗത്തിനെ കണ്ടപ്പോൾ സഹാബത്ത് ഞെട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഞങ്ങളോട് അസൂയ തോന്നേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് എനിക്ക് കുറച്ച് അസൂയ തോന്നിപ്പോയി. അപ്പോഴല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത കൊട്ടാരം,
കണ്ണുകൊണ്ട് കണ്ടാൽ ലംഘുന്ന കൊട്ടാരം. ആ കൊട്ടാരത്തിൽ നിറയെ ഹൂറുല്യങ്ങളും തോഴിമാരും പൊഴിയും നദിയും ഒക്കെ ഒലിക്കുകയാണ്. ഞാൻ ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ജിബ്രീൽ, ഈ കൊട്ടാരം ആരുടെ കൊട്ടാരമാണ്? ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയവൻ വല്ലാത്ത ഭാഗ്യവാനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അത് തങ്ങളുടെ ശിഷ്യന്റെ കൊട്ടാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ശിഷ്യന്റെയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അതങ്ങയുടെ രണ്ടാമത്തെ ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരമാണ്. ലൗ കാന ബഅദീ നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് ലാ നബിയ്യ ബഅദീ അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞു, എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അതിനുള്ള ഏക ചാൻസ് ഉള്ള വ്യക്തി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബാണ്. എല്ലാ നിലക്കും നബിയാകാനുള്ള യോഗ്യത ഉള്ള ആൾ ഉമറാണ്. ബുദ്ധിമാൻ ഉമറാണ്. ഭരണസിരാകേന്ദ്രത്തിന്റെ ന്യായാധിപൻ ഉമറാണ്. എല്ലാം കൊണ്ടും ഉമറാണ് അതിന് യോഗ്യത ഉള്ളത്. പക്ഷേ ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബി വരികയില്ല, ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ റസൂലാണ്. എന്റെ ശേഷം ഒരു നബിയില്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ കാലം കഴിഞ്ഞാൽ, എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആ ദൗത്യമേറ്റെടുത്തവര് പണ്ഡിതന്മാരാണ്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാര് ബനി ഇസ്രായീലിലെ പ്രവാചകന്മാരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഉമറേ, ആ കൊട്ടാരം കണ്ടപ്പോ, അതിലുള്ള സൗഭാഗ്യം കണ്ടപ്പോ, സത്യം പറട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് അസൂയ തോന്നിപ്പോയി അവിടെ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രണ്ട് കണ്ണിലുഞ്ഞു വെള്ളം നിറച്ചിട്ട് പറയാണ്, അബീഹി വഉമ്മി ഫിദാഉൽ ലക യാ റസൂലല്ലാഹ്, അൻത ഉമ്മും അം അബും മാ റഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ഉമ്മാനെക്കാട്ടിലും ബാപ്പാനെക്കാട്ടിലും തങ്ങളെ പ്രിയം വെക്കുന്ന നബിയെ ഞാനാണ്. നബിയെ, എനിക്ക് ആ കൊട്ടാരം വേണ്ട, അത് അല്ലാഹുവിന്റെ റസൂൽ എടുത്തോ. ഉമറിന് ആ കൊട്ടാരം വേണ്ട എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ട് പറയാണ്, ഉമറേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ ശിഷ്യന്റെ കൊട്ടാരമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത മഹബത്ത് തോന്നിയത്. അത്ര വലിയ കൊട്ടാരമാണ് ഉമർ ഇബ്നുൽ ഖത്താബിനെ കാത്തിരിക്കുന്നതെന്ന് ലോകത്തിന്റെ മേധാവി നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം പറഞ്ഞപ്പോ കണ്ടോ, തിന്നാമോ അപ്പൊ നരകാണ് പറഞ്ഞെങ്കിൽ പച്ചവെള്ളം കൂടി കിട്ടിയിരുന്നില്ല. അതാണ് അള്ളാഹുടെ വിട. സ്വർഗം പറഞ്ഞപ്പോ തിന്നാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇതൊരു സ്വർഗം തന്നെയാണ്. ഇത് ഒരു സ്വർഗാണ്. എന്താണെങ്കിലും വിചാരിച്ച് ഭൂമിയിൽ രണ്ടേ രണ്ട് സ്വർഗമുള്ളൂ. റഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗമുണ്ട്. ഒന്ന് മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബർ മദീനയിൽ, എന്റെ ഖബർ ഷരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള കുറച്ച് സ്ഥലം, അതാണ് റൗള. ഇപ്പൊ നമ്മൾ ആപ്പിൽ വെച്ച് കയറുന്നില്ലേ നിസ്കരിക്കാൻ? ആപ്പിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇത്തികാഫിലിരിക്കുന്നില്ലേ? റൗള, മദീനയിലെ റൗള. ഹബീബായ തങ്ങളുടെ ഖബർ ഷരീഫിന്റെയും നബി തങ്ങൾ പ്രസംഗിച്ച മിമ്പറിന്റെയും ഇടയിൽ തൂണുകളിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ റൗള ഷരീഫ്, അത് ഭൂമിയിലെ സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ ഒരു സ്വർഗ്ഗം ഏതാണെന്ന് അറിയോ നിങ്ങള്? അത് കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗ്ഗത്തിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ ഇൽമ് പറയുന്ന, പഠിപ്പിക്കുന്ന, പറയുന്ന വഅദ് നടത്തുന്ന ഏത് മജ്ലിസ് ഉണ്ടോ അത് സ്വർഗ്ഗ പൂന്തോപ്പാണ് കേട്ടോ. അവിടെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട് കേട്ടോ. അവിടെ ദുആക്ക് ഇജാബത്തുണ്ട് കേട്ടോ.
ബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ ബോധം നമുക്ക് വേണം. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? സ്വർഗം വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. പറഞ്ഞാൽ തീരാത്ത 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 മോഹമാണത്. പക്ഷേ ആ സ്വർഗത്തിലങ്ങ് കടന്നാൽ ഊർലിങ്ങൾ വല്ലാത്ത സംഭവമാണ്. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ വല്ലാത്ത സംഭവമാണ്. സ്വർഗത്തിലെ പഴങ്ങളും പാനീയങ്ങളും അവർണ്ണനീയമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്നാൽ സ്വർഗത്തിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? സ്വർഗത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അത് ഊർലിങ്ങളെ കാണലല്ല, അത് സ്വർഗത്തിലെ വെള്ളം കുടിക്കലുമല്ല, അത് സ്വർഗത്തിലെ പറക്കലുമല്ല. സ്വർഗത്തിലെ ഏറ്റവും അധികം സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? കേട്ടോ, അള്ളാനെ കാണല. അതൊരൊന്നൊന്നര കാണല. നമുക്കതെന്താന്ന് മനസ്സിലാവാത്തത്. നമുക്ക് അള്ളാനെ കാണാറിയുമ്പോ അപ്പൊ ഹൂറുലിങ്ങളെക്കാട്ടിലും കൊട്ടാരത്തിനെക്കാട്ടിലും പുഴനെക്കാട്ടിലും നദിനെക്കാട്ടിലും ആഗ്രഹിച്ചത് എല്ലാം കിട്ടും എന്ന് പറഞ്ഞതിനെക്കാട്ടിലൊക്കെ വലുതാണ് ഇപ്പൊ അള്ളാനെ കാണല്. അതൊരു കാണലല്ലേ? അത് നമുക്ക് അള്ളാരാന്നറിയില്ല. അള്ളാനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് മശായിഖന്മാരുടെ ദിക്റെന്താ, മൊയ്തീൻ ശൈഖിന്റെ ദിക്റെന്താ? അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹ് എന്ന ചിന്തയില്ലാതെ ഒരു സെക്കൻഡ് പോലും ഔലിയാക്കൾക്ക് ഒരു ജീവിതമില്ല കേട്ടോ. മുഹീദ്ദീൻ ശൈഖായാലും റിഫായി ശൈഖായാലും ഏത് മഹാനായാലും അവരുടെ ഖൽബെപ്പോഴും അല്ലാ 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 എന്ന ചിന്ത മാത്രമാണ്. അതാണ് എല്ലാത്തിന്റെയും മീതെ കിടക്കുന്നത്. ആ അല്ലാഹു നാളെ സ്വർഗത്തിൽ വരും മുഅ്മിനീങ്ങൾക്ക് നേർക്ക് നേരെ കാണും. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ വെച്ച് അല്ലാഹനെ കണ്ട ഒരേ ഒരു സൃഷ്ടി മാത്രമേ ഉള്ളൂ. അതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് അല്ലാഹനെ കണ്ടിട്ടുള്ളൂ. കലീമുല്ലാഹി മൂസാ നബി അല്ലാഹനെ കാണണമെന്ന് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു, മൂസാ നീ തൂർ സിനാ പർവതത്തിന്റെ മറുഭാഗത്തേക്കൊന്നു വാ. മൂസാ അലൈഹിസ്സലാം അവിടെ ചെന്നു. അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ചെറിയൊരംശം അവിടെ പ്രതിഫലിച്ചപ്പോഴേക്കും ഫഖറ മൂസാ സൈഖാ. മൂസാ നബി ബോധം കെട്ട് നിലത്ത് വീണുപോയി. അല്ലാഹുവിനെ കാണാൻ പറ്റിയില്ല. അല്ലാഹനെ നേർക്ക് നേരെ കണ്ട് അല്ലാഹനോട് സംസാരിച്ച് 50 വഖത്ത് നിസ്കാരം കൊണ്ടെന്ന് അത് 5 വഖത്താക്കി ചുരുക്കിയിട്ട് നമ്മുടെ കയ്യിലേൽപ്പിച്ച ഏക സൃഷ്ടി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ഈ ലോകത്ത് വെച്ചിട്ടല്ല കണ്ടത്. ഈ ലോകത്തല്ല, പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് പോയി അള്ളയും അള്ളാന്റെ റസൂലും ഒരു പ്രത്യേക ലോകത്തിരുന്നിട്ട് അള്ളാനോട് നേർക്ക് നേരെ കണ്ടു. അത് പറയണമെങ്കിൽ വല്ലാതെ പറയാനുണ്ട് സുഹൃത്തുക്കളെ. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച കലിമത്തു തൗഹീദിൽ ഉറച്ച യഥാർത്ഥ മുഅ്മിന മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ അവസാനം ഷഹാദത്തോടെ സ്വർഗത്തിൽ കടക്കും. അങ്ങനെ സ്വർഗത്തിലൊക്കെ എത്തിയിട്ട് നമ്മളിങ്ങനെ സുഖമായിട്ട് അവിടെ ഊറുലങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് മക്കളെയും പേരക്കുട്ടികളെയും മരുമക്കളോടും കൂടെ കറങ്ങി ഇങ്ങനെ വേലസി നടക്കുന്ന സമയത്ത് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കും. ഓ സ്വർഗത്തിലുള്ള ജനങ്ങളെ, നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? അപ്പൊ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഞങ്ങൾ ഐ ആം വെരി 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 ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തിലാണ്, ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല, ഒരു വിഷമമില്ല. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ നമ്മൾ പറയും വേണ്ടേ വേണ്ട, ഞങ്ങൾ സുഖിച്ചു 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 സുഖിച്ചിന്റെ പറുദീസയിലാണ്, ഞങ്ങൾക്കൊന്നും വേണ്ട. അപ്പൊ അല്ലാഹ് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഓ സ്വർഗത്തിലുള്ള ജനങ്ങളെ, നിങ്ങൾ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടില്ല. നിങ്ങളുടെ സൗന്ദര്യമൊന്നല്ല സൗന്ദര്യം, അങ്ങനെ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നല്ല സുഖം. സുഖം വരാനിരിക്കണുള്ളൂ, സൗന്ദര്യം കാണാനിരിക്കണുള്ളൂ എന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിലുള്ള ജനങ്ങൾ ചോദിക്കും, അല്ലാഹ് അതെന്താ റബ്ബേ, ഇതിലും വലുതൊന്നുണ്ടോ? അപ്പോഴാണ്
അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഞാൻ ദുനിയാവിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ എന്ന് പറഞ്ഞില്ലേ. ഞാൻ ചുരുക്കി പറയാണ്, അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞത് തന്നില്ലേ? തന്നു. നിങ്ങൾ സുഖം കിട്ടിയില്ലേ? കിട്ടി. അല്ലാഹു പറയാണ്, എന്നാൽ നിങ്ങൾ കണ്ട കാഴ്ചയല്ല, സുഖിച്ച സുഖമല്ല, സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹു പറയാണ്, സ്വർഗത്തിലേക്ക് ഞാനിതാ വരുന്നു. ആര്? അല്ലാഹു വരുന്നു. അല്ലാഹനെ കാണാൻ വേണ്ടി സ്വർഗം ഒരുക്കുന്നൊരൊരുക്കമുണ്ട്. ലോകം കണ്ടിട്ടില്ലാത്ത, സ്വർഗം കണ്ടിട്ടില്ലാത്ത സുഗന്ധം സ്വർഗം പരക്കുകയാണ്. പെട്ടെന്നൊരു പ്രകാശം സ്വർഗമാകെ വ്യാപിപ്പിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു സ്വർഗത്തിൽ ഇങ്ങ് വരും, നേർക്ക് നേരെ. നമ്മുടെ ഈ ശരീരമല്ല സ്വർഗത്തിലുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അള്ളാഹിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റില്ല. ഈ ബോഡി ലാംഗ്വേജ് അള്ളാഹി നമ്മൾ കാണാൻ പറ്റൂല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ടാണ് മൂസാ നബി പോലും അൺകോൺഷ്യസ് ആയി വിട്ടുപോയി. അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയിട്ട് സിദ്റത്തുൽ മുൻതഹ കടന്ന്, ലൗഹുൽ മഹ്ഫൂദും കടന്ന്, അർശും കടന്ന്, കുർസും കടന്ന്, അള്ളാഹിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ തമ്മിൽ നേർക്ക് നേരെ കണ്ട് സംസാരിച്ചത്. അത് ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കൂല. സ്വർഗം വേറൊരു ലോകാണ്. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, തിന്നലേ ഉള്ളൂ, രണ്ടുമില്ല, ഒന്നുമില്ല, രണ്ടുമില്ല. അവിടെ മരിക്കലില്ല, അവിടെ പോലീസ് സ്റ്റേഷനില്ല, അവിടെ കോടതിയില്ല. ഒരു പ്രത്യേക ലോകമാണ് സ്വർഗം. ഈ ലോകമല്ല, ഈ കണ്ണല്ല അവിടുത്തെ കണ്ണ്, ഈ മൂക്കല്ല അവിടുത്തെ മൂക്ക്, ഈ ജനനേന്ദ്രിയമല്ല അവിടുത്തെ ജനനേന്ദ്രിയങ്ങൾ, അവിടുത്തെ ഇന്ദ്രിയങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് സ്വർഗമാണ്. അവിടേക്കാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നേർക്ക് നേരങ്ങ് വരും. അല്ലാഹുവിനെ നിങ്ങൾ കാണുക, എല്ലാവരും സ്വർഗത്തിലെ ജനങ്ങൾ. നിങ്ങളുടെ കൈപിടിച്ച് നിൽക്കുന്നവര്, ഭർത്താവിന്റെ കൈപിടിച്ച് നിൽക്കുന്ന ഭാര്യമാരുടെ കൈപിടിച്ച് ഭർത്താക്കന്മാര് പെട്ടെന്ന് കയ്യങ്ങ് വലിക്കുകയാണ്. അവര് പറയാണ്, ഐ ലവ് യു അല്ലാ, എനിക്കിനി അല്ല മതി, അല്ല മതി, അല്ല മതി, അല്ല മതി. അള്ളാന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാണ്, അള്ളാന്റെ പ്രകാശം വല്ലാത്ത പ്രകാശമാണ്, അള്ളാനെ കാണല് വല്ലാത്ത നിർവൃതിയാണ്. അവര് പറയും, എനിക്കിനി ഭാര്യ വേണ്ട, കാമുകി വേണ്ട, ഹൂർലിങ്ങളും വേണ്ട, ഐ ലവ് യു അല്ലാ, എനിക്ക് അല്ല മതി, അല്ല മതി, അല്ല മതി. അതാണ് മശായിഖന്മാര് നേരത്തെ പാടിയത്. അല്ലാഹു ഹാലു, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അങ്ങനത്തെ ഒരു സംഭവം വരാനുണ്ട്. അവിടേക്ക് ചെല്ലാനും ആ സ്വർഗലോകത്തെത്താനും അല്ലാഹുവിന്റെ ലിഖാഇനെ കാണാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതിന് ഔലിയാക്കളുടെ പ്രിയം വെക്കണം, ഔലിയാക്കളുടെ സ്റ്റാറ്റസിലേക്ക് പോകണം, മശായിഖന്മാരെ പിന്തുടരണം, ഔലിയാക്കളുടെ മാർഗത്തിൽ ലയിക്കണം. അഹ്മദ് അൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ആ ദർജയിൽ ഉന്നതമായ സ്ഥാനത്തെത്തിയ വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോണത്. അഹ്മദ് അൽ കബീർ തങ്ങളുടെ മുഹദ്ദീൻ ശൈഖിനെ തലതാഴ്ത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇയാളുടെ മേലെയാണോ കീഴ്പ്പെട്ടാണോ എന്ന് നമ്മുടെ സങ്കുചിത മനസ്സിൽ ഒരു ചിത്രം വരേണ്ട കേട്ടോ. ഒരു സമയത്ത് അഹ്മദ് അൽ കബീർ തങ്ങളും അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും തമാശ പറഞ്ഞു, മുഹയ്യിദ്ദീൻ നീ എവിടെ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും, റിഫാഈ നീ എവിടെ വിളിച്ചാലും ഞാനും കണ്ടുപിടിക്കും. എന്നാലും പറഞ്ഞു, നീ എവിടെ വേണി വിളിച്ചോ, കറാമത്തിന്റെ കണ്ണുകൊണ്ട് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ ഏതെവിടെ പോയി വിളിച്ചാലും ഞാൻ കാണും പറഞ്ഞു. ഞാൻ കാണും. വൈദ്യൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖിനോട് പറഞ്ഞു, റിഫായി ഷെയ്ഖ് പറഞ്ഞു, അങ്ങനെയാണ് വെച്ചു, അങ്ങനെയാണ് പറഞ്ഞു. ഓ എന്നാ കണ്ണിമ്പ് പറഞ്ഞു, കണ്ണിമ്പി കുട്ടികൾക്കുണ്ടല്ലോ ഒളിച്ചു കളിക്കല്ലോ. റിഫായി ഷെയ്ഖ് പോയിട്ട് ഏതോ ഒരു മൂലയിൽ പോയി ഒളിച്ചു. പെട്ടെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ റിഫായി, നീ ഇന്ന സ്ഥലത്ത് ഇന്നോടത്ത് ഇന്നന്റെ ചോട്ടിലിരിക്കുന്ന എന്തിനാ അങ്ങോട്ട് നീച്ചു വാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹയ്യിദ്ദീൻ നീ പറഞ്ഞ സത്യം, ഞാൻ അവിടെ തന്നെ നീ എങ്ങനെ ഇതൊക്കെ കാണുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. അന്നും കറാമത്തുണ്ട്. അപ്പൊ റിഫായി ഷെയ്ഖ് പറഞ്ഞു, ഒന്നും കൂടി കുളിക്കാൻ പറ്റുമോ? പറ്റും. എന്നാ കണ്ണിമ്പ് പറഞ്ഞു, കണ്ണി പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞു കണ്ണ് തുറന്നു നോക്കി മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വിളിച്ചു, യാ റിഫായി. വിളിക്കല്ല. മുഹ്യിദ്ദീൻ ശൈഖിനെ റിഫായി ശൈഖിനെ കാണാനുമില്ല. നേരത്തെ എവിടെ വിളിച്ചാലും കണ്ടിരുന്ന റിഫായി ശൈഖിനെ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. അപ്പ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കുറേ നോക്കി കിട്ടുന്നില്ല. അപ്പോഴാണ് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞത്, റിഫായി ഞാൻ തോറ്റു നീ എവിടെയാണ്? അപ്പോഴാണ് പറഞ്ഞത്, കണ്ണിൻ പൂരികത്തിൽ മേലെ ഓളിച്ചോവർ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കണ്ണിന്റെ പുരികത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒളിച്ചു പോയി എന്ന് റിഫായി മാല പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതല്ലേ കറാമത്ത്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പിന് കൊണ്ടോണ്ട. ചിലപ്പോ ചിലതൊക്കെ ചിലർ മുന്നിലുണ്ടാവും, ചിലപ്പോ ചിലർ പിന്നിൽ കാണും. പക്ഷെ ആരും മുന്നിലുമല്ല പിന്നിലുമല്ലെങ്കിലും അല്ലാഹു ചിലരെക്കാൾ ദർജ കൊണ്ട് ഉയർത്തിയിട്ടുണ്ട്. അത് അമ്പിയാക്കളിലും വ്യത്യാസമുണ്ട്, ഔലിയാക്കളിലും വ്യത്യാസമുണ്ട്, ആലിമീങ്ങളിലും വ്യത്യാസമുണ്ട്, എല്ലാ കാറ്റഗറികളിലും വ്യത്യാസമുണ്ട്.